This lecture is about IER filter design. IER filter. IER filter എന്ന് പറയുമ്പോൾ IER filterന്റെ impulse response എന്താണ്? Infinite duration sequence ആണ്. FAR filter ആകുമ്പോൾ impulse response എന്ന് പറയുന്നത് finite duration sequence ആണ്. IERന്റെ കേസിൽ impulse response എന്താണ്? Infinite duration sequence ആണ്. And IER filters are of recursive type. Recursive type എന്ന് പറഞ്ഞാൽ present output, അതായത് Y of n, present output depends on present input നെ depend ചെയ്യാം. Present input എന്ന് പറയുമ്പോൾ x of n. Present input ഏതാണ്? x of n. ഇവിടെ k is equal to 0 substitute ചെയ്ത് എന്ത് കിട്ടും? x of n. x of n നെ depend ചെയ്യാം. Past inputs നെ depend ചെയ്യാം. Past inputs എന്ന് പറയുമ്പോൾ x of n minus 1, x of n minus 2 അങ്ങനെ past inputs നെ depend ചെയ്യാം. അത് കൂടാണ്ട് ആരെ കൂടെ depend ചെയ്യുന്നു? Past outputs നെ കൂടെ depend ചെയ്യുന്നു. y of n minus 1, y of n minus 2, y of n minus 3 അങ്ങനെ past outputs നെ കൂടെ depend ചെയ്യുന്നു. അങ്ങനെ past outputs നെ കൂടെ depend ചെയ്യുന്നതുകൊണ്ട് ഇതിനെ എന്ത് പറയും? Recursive type എന്ന് പറയും. FAR filters പക്ഷെ എന്തായിരുന്നു? Non recursive type ആണ്. അത് എന്തിനെ depend ചെയ്യില്ല? Present output past outputs നെ depend ചെയ്യില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു term ഇല്ല. Past outputs നെ എന്ത് ചെയ്യില്ലായിരുന്നു? Depend ചെയ്യില്ലായിരുന്നു. So difference equation എഴുതിയിട്ടുണ്ട്. IR filterന്റെ difference equation y of n is equal to minus sigma k is equal to 1 to m ak y of n minus k plus sigma k is equal to 0 to m bk x of n minus k. ഇതിൽ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം k ക്ക് 0 കൊടുത്താൽ x of n present input നെ depend ചെയ്യുന്നു. k ക്ക് ബാക്കി values കൊടുക്കുമ്പോൾ x of n minus 1, x of n minus 2 up to x of n minus m വരെ. So past inputs നെ depend ചെയ്യുന്നു. ഇവിടെ k ക്ക് 1 കൊടുക്കുമ്പോൾ y of n minus 1, അടുത്ത 2 കൊടുക്കുമ്പോൾ y of n minus 2 അങ്ങനെ past outputs നെ depend ചെയ്യുന്നു. So അതുകൊണ്ട് ഇതിനെ എന്ത് പറയാം? Recursive type എന്ന് പറയാം. IR filters past outputs നെ depend ചെയ്യുന്നുണ്ട്. So IR filters are of recursive type. ഇതിൽ നമുക്ക് ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാം. എന്ത് ചെയ്താൽ മതി? Z ട്രാൻസ്ഫോം എടുത്താൽ മതി. Z ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എന്ത് കിട്ടും? y of z is equal to minus sigma k is equal to 1 to m ak y of n minus k. Z ട്രാൻസ്ഫോം എടുക്കുമ്പോൾ z raised to minus k y of z plus sigma k is equal to 0 to m bk x of n minus k z transform z raised to minus k x of z. പിന്നെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of z എടുക്കാൻ y of z by x of z. y of z by x of z എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. സിഗ്മ k is equal to 0 to m bk z raised to minus k divided by 1 plus sigma k is equal to 1 to n ak z raised to minus k എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം IR ഫിൽറ്റേഴ്സ് FAR ഫിൽറ്റേഴ്സിന് എന്ത് മാത്രമേ ഉള്ളായിരുന്നു? സീറോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പോൾസ് ഇല്ല. പക്ഷെ IR ഫിൽറ്റേഴ്സിന് സീറോസും ഉണ്ട്, എന്തുകൊണ്ട്? പോൾസും ഉണ്ട്. സോ നമുക്ക് ന്യൂമറേറ്ററിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? സീറോസിനെ കിട്ടും. ഡിനോമിനേറ്ററിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? പോൾസിനെ കിട്ടും. നെക്സ്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ FAR ആൻഡ് IR ഫിൽറ്റേഴ്സ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? FAR ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് അല്ലെങ്കിൽ യൂണിറ്റ് സാമ്പിൾ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണ്. 0 to m വരെയുള്ള കറസ്പോണ്ട് 0 to m minus 1, അതായത് മൊത്തം m സാമ്പിൾസ് ഉള്ള ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണ്. അടുത്ത IR സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണ്. 0 to infinity വരെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണ് ഇത് IR ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ്. പിന്നെ നേരത്തെ പറഞ്ഞു FAR ഫിൽറ്റർ എന്താണ്? നോൺ റിക്കർസീവ് ടൈപ്പ് ആണ്. അതായത് പ്രസന്റ് ഔട്ട്പുട്ട് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? പ്രസന്റ് ഇൻപുട്ടിനെയും പാസ്റ്റ് ഇൻപുട്സിനെയും ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, പാസ്റ്റ് ഔട്ട്പുട്സിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. IR ഫിൽറ്റേഴ്സ് പറയുന്നത് റിക്കർസീവ് ടൈപ്പ് ആണ്. ദേ യൂസ് ഫീഡ്ബാക്ക്, അതായത് ഔട്ട്പുട്ടിന്റെ ഫീഡ്ബാക്ക് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രസന്റ് ഔട്ട്പുട്ട് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? പ്രസന്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, പാസ്റ്റ് ഇൻപുട്സിനെയും ഡിപ്പെൻഡ് ചെയ്യും, അതായത് ആരെയും ഡിപ്പെൻഡ് ചെയ്യും? പാസ്റ്റ് ഔട്ട്പുട്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഇതിന്റെ ഡിഫറൻസ് ഇക്വേഷൻ ആണ്. FAR ഫിൽറ്ററിന്റെ ഡിഫറൻസ് ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ അറിയാം, k ക്ക് 0 വരുമ്പോൾ x of n പ്രസന്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, k ക്ക് ബാക്കി വാല്യൂസ് വരുമ്പോൾ പാസ്റ്റ് ഇൻപുട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അടുത്ത IR ഫിൽറ്ററിന്റെ ഡിഫറൻസ് ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്താണെങ്കിൽ പ്രസന്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, പാസ്റ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, പാസ്റ്റ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. FAR filters are always stable. FAR filters എന്ന് പറയുന്നത് all zero filter ആണ്. So FAR filters are always stable. പക്ഷെ IR ഫിൽറ്റേഴ്സിൽ സ്റ്റെബിലിറ്റി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. പിന്നെ FAR ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർ ഫേസ് റെസ്പോൺസ് തരും. സോ അതുകൊണ്ട് തന്നെ ഫേസ് ഡിസ്റ്റോർഷൻ എവിടെ ഉണ്ടാവില്ല? FAR ഫിൽറ്റേഴ്സിൽ ഉണ്ടാവില്ല. പക്ഷെ IR ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടേഷൻ ടൈം കുറവാണ്. FAR ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ്, സോ കമ്പ്യൂട്ടേഷൻ ടൈം കുറവാണ്. മെമ്മറി റിക്വയർമെന്റും IAR കുറവാണ്. സോ പ്രോസസിംഗ് ടൈമും സ്റ്റോറേജും ഒക്കെ എവിടെ കുറവാണ്? IAR കുറവാണ്.
So phase distortion ആണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ എങ്കിൽ phase distortion പാടില്ല എന്നാണെങ്കിൽ ആര് ചൂസ് ചെയ്യാം, FAR ഫിൽറ്റേഴ്സ് ചൂസ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് കമ്പ്യൂട്ടേഷൻ ടൈമും മെമ്മറി റിക്വയർമെന്റ് കുറവായിട്ടുള്ള ആരെ ചൂസ് ചെയ്യാം, IAR ഫിൽറ്ററിനെ ചൂസ് ചെയ്യാം. The effect of using finite word length. So finite word length കാരണമുള്ള നോയ്സും ക്വാണ്ടൈസേഷൻ എറേഴ്സും എല്ലാം എവിടെ കുറവാണ്, എവിടെ സിവിയർ ആണ്, FARൽ സിവിയർ ആണ് കമ്പയർഡ് ടു IAR. IAR ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ FARൽ ക്വാണ്ടൈസേഷൻ എറേഴ്സും നോയ്സും എല്ലാം എന്താണ്, സിവിയർ ആണ്. ക്വാണ്ടൈസേഷൻ എറേഴ്സ് എല്ലാം നമ്മൾ ഇനിയുള്ള മൊഡ്യൂൾസിൽ പഠിക്കും. അടുത്ത നെക്സ്റ്റ് അനലോഗ് ഫിൽറ്ററിന്റെ IARന്റെ കേസിലാണെങ്കിൽ അനലോഗ് ഫിൽറ്ററിന് നമുക്ക് ഈസിലി ഡിസൈൻ ചെയ്തിട്ട് അതിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, IR ഡിജിറ്റൽ ഫിൽറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആദ്യം IR അനലോഗ് ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യുന്നു, പിന്നെ അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നു, IR ഡിജിറ്റൽ ഫിൽറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. പിന്നെ FAR എന്ന് പറയുന്നത് ഓൾ സീറോ ഫിൽറ്റേഴ്സ് ആണ്, സീറോസ് മാത്രമേ ഉള്ളൂ. പോൾസ് IRന്റെ കേസിലാണെങ്കിൽ സീറോസും ഉണ്ട്, പോൾസും ഉണ്ട്. പോൾസ് ആൻഡ് ആസ് വെൽ ആസ് സീറോസ് ആർ പ്രസന്റ് ഇൻ IR filters. So next IR ഫിൽറ്ററിന്റെ ഡിസൈൻ ആണ്. IR ഫിൽറ്ററിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള IR ഡിജിറ്റൽ ഫിൽറ്ററിന്റെ സ്പെസിഫിക്കേഷൻസ് തന്നിട്ടുണ്ടാവും. സോ തന്നിരിക്കുന്ന ഈ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാനുള്ള IR ഡിജിറ്റൽ ഫിൽറ്ററിന്റെ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് അതിനെ നമ്മൾ എങ്ങോട്ട് മാപ്പ് ചെയ്യും, IR അനലോഗ് ഫിൽറ്ററിലോട്ട് മാപ്പ് ചെയ്യും. അതായത് ഈ സ്പെസിഫിക്കേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IR അനലോഗ് ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യും. പിന്നീട് ഈ അനലോഗ് ഫിൽറ്ററിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും, ഡിജിറ്റൽ ഫിൽറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് നമ്മൾ ഇവിടെ ഡിസൈൻ ഓഫ് IR ഫിൽറ്റേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്താ ചെയ്യുക, മാപ്പ് ദ ഡിസൈർഡ് ഡിജിറ്റൽ ഫിൽറ്റർ സ്പെസിഫിക്കേഷൻസ് into those for an equivalent analog filter. Analog ഫിൽറ്ററിന്റെ സ്പെസിഫിക്കേഷൻസിലോട്ട് കൺവേർട്ട് ചെയ്യും. നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് ഡിജിറ്റൽ IR ഫിൽറ്റർ ആണ്. ആ സ്പെസിഫിക്കേഷൻസിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും, അനലോഗ് IR ഫിൽറ്ററിന്റെ സ്പെസിഫിക്കേഷൻസിലോട്ട് മാപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കും, സെക്കൻഡ് സ്റ്റെപ്പിൽ ഡിറൈവ് ദ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ ദ അനലോഗ് പ്രോട്ടോടൈപ്പ്. സോ ഈ അനലോഗ് സ്പെസിഫിക്കേഷൻസ് ആയിട്ടുണ്ട്. സോ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കും, അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കും, HF അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കും. ഇനി എന്ത് ചെയ്യും, ഈ ട്രാൻസ്ഫോം ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് അനലോഗ് പ്രോട്ടോടൈപ്പ് ഇൻടു ആൻ ഇക്വലന്റ് ഡിജിറ്റൽ ഫിൽറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടി അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യും, ഡിജിറ്റൽ ഫിൽറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കി മാറ്റും. അതായത് HF എന്ത് കണ്ടുപിടിക്കും, HF കണ്ടുപിടിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തത്, അനലോഗ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് ഡിജിറ്റൽ ഫിൽറ്റർ, അതിന്റെ സ്പെസിഫിക്കേഷൻസിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും, കറസ്പോണ്ടിങ് അനലോഗ് ഫിൽറ്ററിലോട്ട് മാപ്പ് ചെയ്യും. എന്നിട്ട് അനലോഗ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ HF ഫൈൻഡ് ഔട്ട് ചെയ്യും. അടുത്ത തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, അനലോഗ് ഫിൽറ്ററിനെ ഡിജിറ്റൽ ഫിൽറ്റർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. അതായത് HF എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും, HF ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇങ്ങനെ അനലോഗ് ഫിൽറ്ററിനെ ഡിജിറ്റൽ ഫിൽറ്റർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ചില പ്രോപ്പർട്ടീസ് എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ജെ ഒമേഗ ആക്സിസ് ഇൻ ദ എസ് പ്ലെയിൻ. എസ് എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ. സോ എക്സ് ആക്സിസിൽ സിഗ്മ, വൈ ആക്സിസിൽ ജെ ഒമേഗ ആക്സിസ്, വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ജെ ഒമേഗ ആക്സിസ്. So the j omega axis in the S plane, analog domain lolla j omega axis in the S plane should map into the unit circle in the Z plane. Digital filter inde Z plane the unit circle lotte map cheyanam. S plane lolla j omega axis engotte map cheyanam, Z plane lolla unit circle lotte map cheyanam. അതുപോലെ തന്നെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാഫ് plane of the S plane should map into inside of the unit circle in the Z plane. S പ്ലെയിനിലുള്ള ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ എന്ന് പറയുന്നത് എങ്ങോട്ട് മാപ്പ് ചെയ്യണം, യൂണിറ്റ് സർക്കിൾ Z പ്ലെയിനിലുള്ള യൂണിറ്റ് സർക്കിളിൽ ഇൻസൈഡ് ആയിട്ട് എന്ത് ചെയ്യണം, മാപ്പ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അങ്ങനെ മാപ്പ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേബിൾ അനലോഗ് ഫിൽറ്റർ എന്തായിട്ട് കൺവേർട്ടഡ് ആയി എന്ന് പറയാം, സ്റ്റേബിൾ ഡിജിറ്റൽ ഫിൽറ്റർ ആയിട്ട് കൺവേർട്ടഡ് ആയി എന്ന് പറയാം. സോ ഈ രണ്ട് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്തില്, ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് അനലോഗ് ഫിൽറ്റർ ഇൻ ടു എ ഡിജിറ്റൽ ഫിൽറ്റർ. സോ ഇപ്പൊ നമ്മൾ പഠിച്ച് ഡിസൈനിൽ പറയുന്ന ഇൻഡയറക്റ്റ് മെത്തേഡിൽ എന്താ ചെയ്യുക, രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് ഏതാണ്, നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റൽ ഫിൽറ്റർ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് അനലോഗ് ഫിൽറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് പാർട്ടിൽ എന്ത് ചെയ്യുന്നു, ഈ അനലോഗ് ഫിൽറ്ററിനെ എങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു, ഡിജിറ്റൽ ഫിൽറ്റർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. അല്ല സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതായത് ആദ്യം അനലോഗ് ഫിൽറ്ററിനെ ഡിജിറ്റൽ ഫിൽറ്റർ ആക്കുന്നത് എങ്ങനെയാണ്, ആ സെക്കൻഡ് പാർട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ദ ടു ഇമ്പോർട്ടന്റ് പ്രൊസീജിയേഴ്സ് ഫോർ ഡിജിറ്റൈസിംഗ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ആൻ അനലോഗ് ഫിൽറ്റർ.
അതായത് അനലോഗ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, എച്ച് ഓഫ് എസിനെ എച്ച് ഓഫ് ഇസഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെ. അതിന് നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്, ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡും ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡും. സോ ഈ രണ്ട് മെത്തേഡ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്, അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷന് ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കി മാറ്റാൻ, എച്ച് ഓഫ് എസിനെ എച്ച് ഓഫ് ഇസഡ് ആക്കി മാറ്റാനായിട്ടാണ് ആരെ യൂസ് ചെയ്യുന്നത്, ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡും ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസിനെ ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് ഇസഡ് ആക്കി മാറ്റാൻ. ഇതിൽ ചെയ്യുന്ന എന്താണെന്നാൽ അനലോഗ് ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എടുക്കും, അത് കണ്ടിന്യൂസ് ആണ്. ആ ഇമ്പൾസ് റെസ്പോൺസിനെ നമ്മൾ എന്ത് ചെയ്യും, സാമ്പിളിംഗ് ചെയ്യും. സാമ്പിളിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ കിട്ടും. സോ അനലോഗ് ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എടുക്കുന്നു, അതിനെ എന്ത് ചെയ്യുന്നു, സാമ്പിളിംഗ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ കിട്ടും. സോ എച്ച് ഓഫ് എൻ ഓഫ് ഡിജിറ്റൽ ഫിൽറ്റർ, അതായത് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ഓഫ് ഡിജിറ്റൽ ഫിൽറ്റർ ഇസ് എ സാമ്പിൾഡ് വേർഷൻ ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് അനലോഗ് ഫിൽറ്റർ. അനലോഗ് ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എടുക്കുന്നു, അതിനെ എന്ത് ചെയ്യുന്നു, സാമ്പിളിംഗ് ചെയ്യുന്നു. ആ സാമ്പിൾഡ് വേർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ആണ്. So let HA of S is a system function of an analog filter. Analog filter ന്റെ system function അല്ലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, HA of S എന്ന് പറയുന്നത്. So HA of S is a system function or transfer function of analog filter. ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ഫോമിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. HA of S is equal to sigma k is equal to 1 to n Ck by S minus Pk. That is C1 by S minus P1 plus C2 by S minus P2 plus C3 by S minus P3 plus etc. up to Cn by S minus Pn. Here Pk are the poles of the analog filter. Pk എന്ന് പറയുന്നത് എന്താണ്, അനലോഗ് ഫിൽറ്ററിന്റെ പോൾസ് ആണ്. അതായത് S minus Pk equal to 0 എന്ന് വരും. സോ Pk എന്ന് പറയുന്നത് എന്താണ്, പോൾസ്, അനലോഗ് ഫിൽറ്ററിന്റെ പോൾസ് ആണ്. P1, P2, P3 etc. up to Pn വരെ ഉള്ളത് എന്താണ്, അനലോഗ് ഫിൽറ്ററിന്റെ പോൾസ്. Ck, C1, C2, C3 etc. up to Cn. Ck എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യൻസ് ആണ്, പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷന്റെ കോഎഫിഷ്യൻസ് ആണ്. ഇനി HA of S ന്ന് നമ്മൾ എന്തെടുക്കുകയാണ്, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, HA of t കിട്ടും, ടൈം ഡൊമൈനിലോട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് സിഗ്മ k is equal to 1 to n Ck കോൺസ്റ്റന്റ് 1 by S minus Pk. 1 by S minus Pk യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, e raised to pkt. e raised to pkt. അപ്പൊ ഇപ്പൊ കിട്ടി എന്ത് കിട്ടി, നമുക്ക് HA of t കിട്ടി. HA of t is equal to sigma k is equal to 1 to n Ck e raised to pkt എന്ന് പറഞ്ഞ് കിട്ടി. ഇതെന്ന് പറയുന്നത് എന്താണ്, അനലോഗ് ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. HA of t എന്ന് പറയുന്നത് അനലോഗ് ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. HA of S എന്ന് പറയുന്നത് അനലോഗ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. HA of t എന്ന് പറയുന്നത് അനലോഗ് ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. പക്ഷെ ഇതെന്താണ്, കണ്ടിന്യൂസ് ആണ്. ഇതിനെ നമ്മൾ സാമ്പിളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, H of n, അതായത് ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും. സോ HA of t നെ ഇനി എന്ത് ചെയ്യണം, HA of t നെ നമ്മൾ സാമ്പിളിംഗ് ചെയ്യാണ്. at t is equal to nt. n ന്റെ വാല്യൂ 0 വരുമ്പോൾ t is equal to 0. അപ്പോൾ t is equal to 0 ലെ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നു. n ന്റെ വാല്യൂ 1 വരുമ്പോൾ t സെക്കൻഡ്സ് കഴിയുമ്പോഴുള്ള സാമ്പിളിനെ, ക്യാപിറ്റൽ T സെക്കൻഡ്സ് കഴിയുമ്പോഴുള്ള സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നു. 2t വരും, n ന്റെ വാല്യൂ 2 വരുമ്പോൾ 2t സെക്കൻഡ്സ് കഴിയുമ്പോഴുള്ള സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ HA of t കണ്ടിന്യൂസ് ആണ്. അതിനെ സാമ്പിളിംഗ് വഴി നമ്മൾ എന്താക്കി മാറ്റി, H of n ആക്കി മാറ്റി. H of n is equal to HA of n. t ക്ക് പകരം എന്താണ്, nt is equal to sigma k is equal to 1 to n Ck raised to Pk. t ക്ക് പകരം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു, n ക്യാപിറ്റൽ T കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന H of n എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. HA of t എന്ന് പറയുന്നത് അനലോഗ് ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഇനി ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് H of n കിട്ടിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ H of Z കിട്ടാൻ എന്ത് ചെയ്താൽ മതി, H of Z is equal to sigma n is equal to 0 to infinity H of n Z raised to minus n. ഇവിടെ ഇനി എന്ത് ചെയ്താൽ മതി, H of n ന് പകരം ഈ എക്സ്പ്രഷൻ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. So H of Z is equal to sigma n is equal to 0 to infinity H of n. H of n ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, sigma k is equal to 1 to n Ck raised to Pk nt H of n is raised to minus n. ഇനി ഇവിടെ എന്ത് ചെയ്യാണ്, ഇന്റർചേഞ്ച് ചെയ്തു, സമ്മേഷൻസ് ഇന്റർചേഞ്ച് ചെയ്തു. സിഗ്മ k is equal to 1 to n Ck sigma n is equal to 0 to infinity. n ഉള്ള ടേംസ് എല്ലാം അകത്ത് വരുന്നു. അപ്പൊ n ഉള്ള ടേംസ് ഇതിനകത്ത് ഏതൊക്കെയാ, e raised to pk nt ഉണ്ട്, z raised to minus n ഉണ്ട്. ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് n പുറത്തെടുത്തു. അപ്പൊ എന്ത് കിട്ടി, e raised to pkt z raised to minus 1 into n എന്ന് പറഞ്ഞ് കിട്ടി.
is equal to sigma k is equal to 1 to n ck. ഇനി ഇതെന്താണ്? സിഗ്മ n is equal to 0 to infinity a raised to n ഫോമുല ആണ്. a raised to n ഫോമുല ആകുമ്പോൾ എന്ത് കിട്ടും? 1 by 1 minus a എന്ന് പറഞ്ഞ് കിട്ടും. 1 by 1 minus a. സിഗ്മ n is equal to 0 to infinity a raised to n എന്താണ്? 1 by 1 minus a. So 1 by ck ഇവിടെ ഉണ്ട്. So 1 by 1 minus a. aക്ക് പകരം എന്താണ്? a raised to n. aക്ക് പകരം ഇവിടെ എന്താണുള്ളത്? e raised to pkt z raised to minus 1. So എന്താണ് കിട്ടി നമുക്ക്? നമ്മൾ ആദ്യം എടുത്ത അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ h a of s എങ്ങനെയായിരുന്നു? സിഗ്മ k is equal to 1 to n ck by s minus pk ഫോമിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ കിട്ടിയ ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of z ഏത് ഫോർമാറ്റിലായി? സിഗ്മ k is equal to 1 to n ck by 1 minus e raised to pkt z raised to minus 1 ഫോമിലോട്ടായി. സോ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള അനലോഗ് ഫിൽറ്ററിന്റെ കോഎഫിഷ്യൻസും പോൾസും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറസ്പോണ്ടിങ് ആയിട്ട് ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of z കണ്ടുപിടിക്കാൻ പറ്റും. ഈ എക്സ്പ്രഷനിൽ കോഎഫിഷ്യൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പോൾസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യാപിറ്റൽ ടിയുടെ വാല്യൂ സാമ്പിളിംഗ് പീരീഡ് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. Steps to design a digital filter using impulse invariance method. So നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും? ഡിജിറ്റൽ ഫിൽറ്ററിന്റെ സ്പെസിഫിക്കേഷൻസ് തന്നിട്ടുണ്ടാവും. അതിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? അനലോഗ് ഫിൽറ്ററിന്റെ സ്പെസിഫിക്കേഷൻസിലോട്ട് മാപ്പ് ചെയ്യും. അനലോഗ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h a of s ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇനി h a of s ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിളിംഗ് പീരീഡ് t സെലക്ട് ചെയ്യുന്നു. പിന്നെ h a of s നമ്മൾ ഏത് ഫോമിൽ എഴുതുകയാണ്? ഈ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ ഫോമിൽ ഈ ഫോമിലോട്ട് എന്ത് ചെയ്യുന്നു? h a of s നെ മാറ്റുന്നു. h a of s is equal to sigma k is equal to 1 to n ck by s minus pk. ഈ ഒരു ഫോർമാറ്റിലോട്ട് h a of s നെ എഴുതുന്നു. ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ckയുടെയും pkയുടെയും വാല്യൂസ് കിട്ടുവാണെങ്കിൽ പിന്നെ എന്ത് എഴുതാം? h of z എങ്ങനെ എഴുതാം? h of z എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. h of z is equal to sigma k is equal to 1 to n ck by 1 minus e raised to pkt z raised to minus 1. ഇവിടെ ckയുടെ വാല്യൂസ് ഇവിടുന്ന് കിട്ടും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. pkയുടെ വാല്യൂസ് കിട്ടും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. tയുടെ വാല്യൂ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of z കിട്ടും. ഇനി ഒരു പ്രോബ്ലം നോക്കാം. KT ഒന്നും ചോദിക്കാറുണ്ട് ഈ പ്രോബ്ലംസ്. ഫോർ ദ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of s is equal to 2 by s plus 1 into s plus 2. Determine h of z using impulse invariance method. Assume capital T is equal to 1 second. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സാമ്പിളിംഗ് പീരീഡ് ടിയുടെ വാല്യൂ ക്യാപിറ്റൽ ടിയുടെ വാല്യൂ തന്നിട്ടുണ്ടാവാം. ഇനി അഥവാ ക്യാപിറ്റൽ ടിയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ എളുപ്പത്തിന് നമ്മൾ എന്ത് ചെയ്യുക? t is equal to 1 second ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. Given h of s is equal to 2 by s plus 1 into s plus 2. ഇതിനെ നമ്മൾ ഏത് ഫോർമാറ്റിൽ മാറ്റണം? ആദ്യം h of s അവർ തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് h of s കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ തന്നിരിക്കുന്ന h of s നെ ഏത് ഫോർമാറ്റിലോട്ട് മാറ്റണം? പാർഷ്യൽ ഫ്രാക്ഷൻ ഫോമിലോട്ട് മാറ്റണം. സോ നമുക്ക് എങ്ങനെ എഴുതാം? h of s is equal to a by s plus 1 plus b by s plus 2 എന്ന് എഴുതാം. അതായത് നമ്മളുടെ കോഎഫിഷ്യൻസ് ആണ് എയും ബിയും. c1 by s plus 1 plus c2 by s plus 2 എന്നേ ഉള്ളൂ. a by s plus 1 plus b by s plus 2 ഫോർമാറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതി, പാർഷ്യൽ ഫ്രാക്ഷൻ ഫോമിൽ എഴുതി. ഇനി എയുടെയും ബിയുടെയും ഒക്കെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. കോഎഫിഷ്യൻസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് a is equal to നമുക്ക് എഴുതാം. എന്തെഴുതാം? ഇവിടെ താഴെയുള്ളത് s plus 1 into ഏതാണ് നമ്മളുടെ h of s? 2 by s plus 1 into s plus 2. s plus 1 equal to 0. അപ്പോൾ എന്ത് വരും? s is equal to minus 1. So s is equal to minus 1 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. s plus 1 s plus 1 ക്യാൻസൽ ആയി. s is equal to minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a is equal to 2 എന്ന് പറഞ്ഞു കിട്ടും. സോ ഫസ്റ്റ് കോഎഫിഷ്യൻ നമുക്ക് എന്ത് കിട്ടി? 2. ഇനി അടുത്ത ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇവിടെ താഴെ ഏതാ ഉള്ളത്? s plus 2. s plus 2 into ഇത് 2 by s plus 1 into s plus 2. So s plus 2 equal to 0. So s is equal to minus 2. s is equal to minus 2. So s plus 2 cancel ആയി. s is equal to minus 2 substitute ചെയ്യുക. 2 by minus 2 plus 1. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ബിയുടെ വാല്യൂ minus 2 കിട്ടും. കോഎഫിഷ്യൻസ് ഒന്നിൽ c1 c2 എന്ന് എഴുതാം. ഇവിടെ ഇപ്പോൾ a b എന്ന് എഴുതിയേക്കുന്നേ ഉള്ളൂ. c1 c2 എന്ന് എഴുതാം. സോ കോഎഫിഷ്യൻസ് എന്ത് കിട്ടി? 2 എന്നും minus 2 എന്നും പറഞ്ഞ് കിട്ടി. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിലും എയുടെയും ബിയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇതിൽ ഈ മെത്തേഡ് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. സോ നമുക്ക് കിട്ടിയ എയുടെയും ബിയുടെയും വാല്യൂസ് കോഎഫിഷ്യൻസ് c1 c2 കോഎഫിഷ്യൻസിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? h of s is equal to എയുടെ വാല്യൂ 2 ആയിരുന്നു. സോ 2 by s plus 1. ബിയുടെ വാല്യൂ minus 2 ആയിരുന്നു. സോ minus 2 by s plus 2 is equal to
ഇവിടെ കോമൺ ഫോർമാറ്റിലോട്ട് ആക്കി മാറ്റാം. C1 by S minus P1. S minus P1. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? S plus 1 എങ്ങനെ എഴുതാം? S minus of minus 1 എന്ന് എഴുതാം. So S minus P1. P1 ന്റെ വാല്യൂ എന്താണ്? -1. Plus C2. C2 ന്റെ വാല്യൂ -2 divided by S minus P2. S plus 2 എങ്ങനെ എഴുതാം? S minus of -2 എന്ന് എഴുതാം. So S minus P2. P2 ന്റെ വാല്യൂ എന്താണ്? -2. അപ്പൊ നമ്മൾ പഠിച്ചത് C1, C2 എന്തൊക്കെയാണ്? 2, -2. P1, P2 എന്താണ്? -1, -2. So h of s sigma k is equal to 1 to n ck by s minus pk ആണെങ്കിൽ എങ്ങനെ എഴുതാം? h of z is equal to sigma k is equal to 1 to n ck by 1 minus e raised to pkt z raised to minus t. So s minus pk നെ എങ്ങനെ ആക്കി മാറ്റുന്നു? നമ്മൾ 1 minus e raised to pkt z raised to minus 1 ആക്കി മാറ്റുന്നു. അപ്പൊ ഇവിടെ P1 ന്റെ P2 ന്റെ വാല്യൂസ് അറിയാം. എന്തൊക്കെയാണ്? -1 ഉം -2. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? h of z is equal to C1. C1 ന്റെ വാല്യൂ എന്തായിരുന്നു? 2. 2 by 1 minus e raised to P1. P1 ന്റെ വാല്യൂ എന്താണ്? -1. -1 into t z raised to -1. പ്ലസ് അടുത്തത് ഏതാണ്? C2. C2 ന്റെ വാല്യൂ എന്താണ്? -2. So -2 by 1 minus e raised to P2t. P2 ന്റെ വാല്യൂ എന്താണ്? -2. -2t z raised to -1. h of s ന്റെ എക്സ്പ്രഷൻ ആയി. ഇതിനകത്ത് ഇനി ആരുടെ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? t യുടെ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. t യുടെ വാല്യൂ ഇവിടെ എത്രയായിരുന്നു? 1 സെക്കൻഡ്. സോ t യുടെ വാല്യൂ 1 സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടി? 2 by 1 minus e raised to -1 z raised to -1 -2 by 1 minus e raised to -2 z raised to -1. ഇനി ഇത് എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. e raised to -1 e raised to -2 ന്റെ ഒക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ അതിനെ സിംപ്ലിഫൈ ചെയ്യാം. സമയം കുറവാണെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിടുക? സിംപ്ലിഫൈ ചെയ്തിടുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? h of z is equal to ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. Next question, an analog filter has a transfer function h of s is equal to 10 by s square plus 7s plus 10. Design a digital filter equivalent to this using impulse invariance method. So h of s തന്നിട്ടുണ്ട് 10 by s square plus 7s plus 10. ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിലോട്ട് മാറ്റണം. അപ്പോൾ എങ്ങനെ എഴുതാം? 10 by s plus 5 into s plus 2 എന്ന് എഴുതാം. 10 by s plus 5 into s plus 2. അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? a by s plus 5 plus b by s plus 2 എന്ന് എഴുതാൻ പറ്റും. എയുടെയും ബിയുടെയും വാല്യൂസ് പഴയ കണക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ -3.33 പ്ലസ് 3.33 കിട്ടും. ഇനി എങ്ങനെ എഴുതാം? -3.33 by s minus p1 ഫോമിലാണ്. സോ s minus of -5 plus c2 by 3.33 by s minus of p2. So s minus of -2 എന്ന് എഴുതാം. So p1 ന്റെ വാല്യൂ -5, p2 ന്റെ വാല്യൂ -2, c1 ന്റെ വാല്യൂ -3.33, c2 ന്റെ വാല്യൂ 3.33. ഇമ്പൾസ് ഇൻവേരിയന്റ് ടെക്നിക് വെച്ചിട്ട് എങ്ങനെ എഴുതാം? h of z is equal to c1 by -3.33 by 1 minus e raised to p1t. p1 ന്റെ വാല്യൂ എന്താണ്? -5. p1t is raised to -1 plus c2 3.33 by 1 minus e raised to p2t. p2 ന്റെ വാല്യൂ എന്താണ്? -2t is raised to -1. t is equal to 1 second. ഇവിടെ ടൈം ഒന്ന് ടൈം പീരീഡ് അവർ തന്നിട്ടില്ല. അപ്പോൾ എന്തെടുക്കുക? t is equal to 1 second എടുക്കുക. t is equal to 1 second എടുക്കുക. ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ആൻസർ കിട്ടും. ഇവിടെയും എന്ത് തന്നിട്ടുണ്ട്? ha of s തന്നിട്ടുണ്ട്. 2 by s into s plus 2 എന്ന് പറഞ്ഞ ha of s തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ സാമ്പിളിംഗ് പീരീഡിന് വേറെ എന്താ തന്നിരിക്കുന്നത്? സാമ്പിളിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 4 samples per second എന്ന് പറഞ്ഞിട്ട്. അതായത് സാമ്പിളിംഗ് റേറ്റ് അല്ലെങ്കിൽ സാമ്പിളിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? സാമ്പിളിംഗ് പീരീഡ് കണ്ടുപിടിക്കണം. സാമ്പിളിംഗ് പീരീഡ് is equal to 1 by sampling rate. So 1 by 4 is equal to 0.25 seconds എന്ത് കിട്ടും? നമുക്ക് സാമ്പിളിംഗ് പീരീഡ് കിട്ടും. ഇനി പഴയ പോലെ തന്നെ 2 by s into s plus 2 നെ എങ്ങനെ എഴുതാം? നമുക്ക് a by s plus b by s plus 2 എന്ന് എഴുതാം. എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. ഇതിൽ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഏത് മെത്തേഡാണെങ്കിലും അത് ഉപയോഗിച്ചിട്ട് എയുടെയും ബിയുടെയും വാല്യൂസ് എന്ത് ചെയ്യുക? സോ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എയുടെ വാല്യൂ 1 കിട്ടി, ബിയുടെ വാല്യൂ -1 കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? a by s ആയിരുന്നു 1 by s minus b a by s പ്ലസ് എന്താണ്? b by s plus 2 ആയിരുന്നു. സോ a by s ൽ a ക്ക് പകരം 1 by s, b ക്ക് പകരം എന്താണ്? -1. സോ -1 by s plus 2. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിന്? പോൾസിന്റെ ടേംസിൽ എഴുതുമ്പോഴത്തേക്ക് ha of s is equal to 1 by s minus p1. p1 ന്റെ വാല്യൂ ഇവിടെ എന്താണ്? 0. -1 by s minus p2. p2 ന്റെ വാല്യൂ ഇവിടെ ഇപ്പൊ എന്താ വരിക? -2 വരും. s plus 2 നെ എങ്ങനെ എഴുതി? s minus of -2. അപ്പൊ p2 -2 കിട്ടി. സോ p1 0, p2 എന്താണ്? -2, c1 1, c2 എന്താണ്? -1. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം?
1 by ഇവിടെ എന്താണ് c1 1, so 1 by 1 minus e raised to t1t z raised to minus 1. അടുത്ത c2 എന്താണ് minus 1 minus 1 by 1 minus e raised to p2t z raised to minus 1. So p1 ന്റെ വാല്യൂ എന്താണ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, p2 ന്റെ വാല്യൂ ഇവിടെ എന്താണ് minus 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ p1 ന്റെയും p2 ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. p1 ന്റെ വാല്യൂ 0, p2 ന്റെ വാല്യൂ എന്തായിരുന്നു -2 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അടുത്ത t യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. t യുടെ വാല്യൂ 0.25 ആണ്. ഇവിടെ പക്ഷേ 0 ആയതുകൊണ്ട് അതെല്ലാം മൾട്ടിപ്ലൈഡ് ആയിട്ട് പോയി. അടുത്തേത് t ക്ക് വരും എന്താണ് 0.25 വന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 1 by 1 minus z raised to minus 1. e raised to 0 1 ആണ്, minus 1 by 1 minus e raised to minus 2 into 0.25 വാല്യൂ 0.6065 എന്ന് കിട്ടും. z raised to minus 1. സിംപ്ലിഫൈ ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ ഇതുപോലെ കിട്ടും. അടുത്ത ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. HAF തന്നിട്ടുണ്ട്, HAF ഉണ്ട്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ താഴെയുള്ള ടേം അതായത് s² plus 0.2s plus 0.9.01 ഇതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? -b plus or minus root of b² minus 4ac by 2 എന്നുള്ള ആ ഇക്വേഷൻ വെച്ചിട്ട് റൂട്ട്സ് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ഇതുപോലെ റൂട്ട് കിട്ടും. -0.1 plus j3 അടുത്ത റൂട്ട് ഏതാണ്? -0.1 minus j3 ആണ് അടുത്ത റൂട്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? s plus 0.1 divided by s minus ഫസ്റ്റ് റൂട്ട് എന്താ? -0.1 plus j3 s minus സെക്കൻഡ് റൂട്ട് എന്താണ്? -0.1 minus j3. HAFs കിട്ടി. ഇനി പഴയപോലെ HAFസിനെ a by s minus p1 plus b by s minus p2 ആ ഫോമിൽ എഴുതി എയുടെയും ബിയുടെയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. എയുടെ വാല്യൂ 1/2 കിട്ടും, ബിയുടെ വാല്യൂ 1/2 കിട്ടി. സോ എയുടെ വാല്യൂയും ബിയുടെ വാല്യൂയും കിട്ടിക്കഴിഞ്ഞാൽ അത് c1 c2 കിട്ടി, s minus p1 s minus p2 കിട്ടി. അതേ നമുക്ക് ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡ് വെച്ചിട്ട് എന്ത് എഴുതാം? HFZ is equal to c1 1/2 divided by s minus p1 അല്ലേ? സോ p1 ന്റെ വാല്യൂ ഇത്, സോ 1 minus e raised to p1t, p1 ന്റെ വാല്യൂ -0.1 plus j3 into t z raised to -1 plus c2 എന്താണ് 1/2 divided by 1 minus e raised to p2t, p2 ന്റെ വാല്യൂ എന്താണ് -0.1 minus j3 p2t z raised to -1. സോ പഴയ പോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും.